ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് മല്ലി വറുത്തരച്ച ഒരു ചിക്കൻ കറി വെക്കാൻ പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് മല്ലി ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂണ് കുരുമുളകും 2 പട്ടയും ഒരു ഏലക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി ചൂടായിട്ടുണ്ടെങ്കിൽ തീ ഓഫാക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. എണ്ണ ചൂടായ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് വലിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരുന്നത്. അതിനുശേഷം നമുക്ക് ആ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പം മല്ലി വറക്കുമ്പോൾ ഗ്രാമ്പും ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. ശരിക്കും ഈ അരപ്പിൻ്റെ ഒരു മണം പണ്ടത്തെ ചിക്കൻ കറിയുടെ ഒരു ഓർമ്മയാണ് വരുന്നത്. അന്നൊക്കെ കൊല്ലത്തിൽ 1-2 പ്രാവശ്യമാണ് ചിക്കൻ കഴിക്കുള്ളൂ. അച്ഛമ്മയുടെ വീട്ടിൽ കർമ്മം കൊടുക്കലുണ്ടാവും. അങ്ങനത്തെ ആ ഒരു പൂജയ്ക്കും പിന്നെ സംക്രാന്തിക്കും അങ്ങനെ 2 പ്രാവശ്യം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴേക്കാണ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണത്. ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഇന്നിപ്പോൾ ചിക്കൻ വാങ്ങിയത് കടയിലേക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വാങ്ങി. അപ്പോൾ അതിന്ന് കുറച്ചും കൂടി കൊടുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ നോക്കുക. വെള്ളം അത്യാവശ്യമുണ്ട്. അപ്പോൾ ഒന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കുക. പിന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. വെള്ളം അധികം വേണ്ട, ഗ്രേവി അധികം വേണ്ട, അങ്ങനെ വരട്ടിയ പോലെ എന്നാണ് പറഞ്ഞിരുന്നത് കുട്ടികൾ, അങ്ങനെ മതിയെന്ന്. അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി നമുക്ക് ഇല കൊണ്ട് മൂടി വയ്ക്കാം. ഈ മല്ലിയിലയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ മണം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കട്ടെ. അപ്പം മണം വരൽ തുടങ്ങിയപ്പോഴേ നമ്മളുടെ 2 പൂച്ചക്കുട്ടികൾ ഇതാ അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ മീനും ചിക്കനും ഉള്ളപ്പോൾ മാത്രം അടുക്കളയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. അത് കഴിക്കുന്നവരെ അങ്ങനെയാണ്. അല്ലെങ്കിൽ അടുക്കളയിൽ കാണുന്നല്ല ഈ പൂച്ചക്കുട്ടികളെ. കണ്ടില്ലേ, എന്താ ഉപ്പുണ്ടോയെന്ന് നോക്കാനൊക്കെ ഉഷാറ്. അപ്പോൾ കുട്ടികളുടെ കാര്യം പറയണ പോലെ തന്നെ ഇവിടെ വേറൊരാളും കൂടി മടം പിടിച്ചിരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാനൊന്നും വയ്യ. അപ്പോൾ ഞാൻ കൊണ്ടെടുക്കട്ടെ. അപ്പോൾ എണ്ണപ്പത്തിരിയും ചിക്കനുമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.